السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له. أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. فكن مخلصا واعمل من الخير دائما لعلك تحظى بالمثوبة والأجر. وداوم على تقوى الإله فإنها أمان من الأهوال في موقف الحشر. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അളവറ്റ ദയാപരനും കരുണാവാരിധിയുമായ പ്രപഞ്ചനാഥന്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കുകയും മരണപ്പെടുന്ന സമയം കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെടുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള നിരവധി അനവധി അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ചുറ്റുഭാഗങ്ങളിലുള്ള
ഇതര മത ആചാര അനുഷ്ഠാനങ്ങൾ അനുവർത്തിക്കുന്ന ആളുകളിൽ നിന്ന് വ്യത്യസ്തമായി അല്ലാഹുവിനെ മാത്രം ആരാധിക്കുകയും അവന്റെ കൽപ്പന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹിദായത്ത് ലഭിച്ചു എന്നതാണ്, അല്ലെങ്കിൽ മുസ്ലിങ്ങളായി ജീവിക്കാൻ കഴിയുന്നു എന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഇതൊരു വല്ലാത്ത സമാധാനമാണ്, വല്ലാത്ത ഒരു നിർഭയത്വവും സമാധാനവും നൽകുന്നതാണ് ഈ മതം. അതുകൊണ്ട് തന്നെയാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുന്നു, ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്നിൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വന്നെത്തുമ്പോൾ ആര് ആ മാർഗദർശനത്തെ പിൻപറ്റുന്നുവോ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ഭയം ഉണ്ടാവുകയില്ല, അവർക്ക് ദുഃഖവുമില്ല. എല്ലാ ഭയാശങ്കകളിൽ നിന്നുമുള്ള ഒരു രക്ഷപ്പെടൽ, എല്ലാ ദുഃഖങ്ങളിൽ നിന്നുമുള്ള ഒരു രക്ഷപ്പെടൽ, ഇത് ഈ ആദർശത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. മുസ്ലിമീങ്ങളായി തീരുമ്പോഴുണ്ടാകാവുന്ന മാനസികമായ ഒരു അനുഭൂതിയാണത്. ശാരീരികമായ രോഗങ്ങൾ അവരെ അലട്ടുന്നില്ല എന്നതിനർത്ഥമില്ല. ഭൗതികമായ ചില വിഷയങ്ങൾ അവർക്ക് പ്രയാസമുണ്ടാക്കുന്നു എന്നത് ഇതിന് അപവാദമല്ല. മറിച്ച് അതിനൊക്കെ അപ്പുറം കൃത്യമായ ഒരു സമാധാനത്തിലേക്ക് എത്താൻ കഴിയുന്നു, ഭയമില്ലാതെ ജീവിക്കാൻ കഴിയുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഈ ആദർശത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. ഇത് അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള സമ്മാനമാണ്, വലിയ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹത്തെ സംരക്ഷിച്ചു കൊണ്ടുപോകാനാണ്, അല്ലെങ്കിൽ അതിൽ അടിയുറച്ചു നിന്ന് മാറ്റമില്ലാതെ മുന്നോട്ട് പോകാനാണ് ഒരു ദിവസത്തിൽ 17 പ്രാവശ്യം നമ്മളെ കൊണ്ട് അല്ലാഹു അത് പറയിപ്പിച്ചു. അല്ലാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹങ്ങളെ, അവന്റെ നാമവിശേഷണങ്ങളെ, അവന്റെ പ്രവർത്തനത്തിലുള്ള ഉന്നതമായ സ്ഥായി ഭാവത്തെ കൃത്യമായി വിവരിച്ചു തരുന്ന ഫാത്തിഹയുടെ ആദ്യത്തെ വാചകങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് നമ്മളോട് അല്ലാഹു ആവശ്യപ്പെടുന്ന വിഷയം അതാണ്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിൽ ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളെ നീ ഹിദായത്തിലാക്കിയിട്ടുണ്ട്, അഥവാ ഞങ്ങൾ മുസ്ലിങ്ങളായി. ഇനി ഈ ഹിദായത്തിലൂടെ മുന്നോട്ട് പോകാൻ, ഈ ആദർശത്തിൽ നിരതമായി നിലനിൽക്കാൻ ഞങ്ങൾക്ക് നീ അനുഗ്രഹം നൽകണമേ എന്ന് 17 പ്രാവശ്യം നിർബന്ധമായി ഐച്ഛിക നമസ്കാരങ്ങളിൽ അതിൽ ഉപരിയായി നമ്മളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയിപ്പിച്ചു. ഓരോ നമസ്കാരത്തിന്റെയും അവസാന ഭാഗത്തേക്ക് എത്തുന്ന സമയം സലാം വീട്ടുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതായി ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. തുടക്കത്തിൽ ചോദിച്ച വിഷയത്തെ അവസാനത്തിലേക്ക് എത്തുമ്പോഴും അത് ചോദിച്ചുകൊണ്ട് നമ്മൾ സലാം പറഞ്ഞു പിരിയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ, എന്റെ ഹൃദയത്തെ നിന്റെ മതത്തിൽ നീ അടിയുറപ്പിച്ചു നിർത്തേണമേ. ഇതൊരു മഹാ അനുഗ്രഹമായി അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു. ഇതിന്റെ പ്രതിഫലം സ്വർഗം മാത്രമാണ്. ഭൗതിക ലോകത്തെ ഏത് വിഷമങ്ങളെക്കാളും ഉപരി, എല്ലാത്തിനേക്കാളും സുഖസമ്പുഷ്ടമായ സമ്പൂർണമായ
സ്വർഗീയ ജീവിതമാണ് ഈ ആദർശത്തിനുള്ള പ്രതിഫലം. അതാണ് ഈ ആദർശം അംഗീകരിച്ചതിന്റെ പേരിൽ പീഡന പർവ്വത്തിലേർപ്പെട്ട മഹാനായ അമ്മാർ, യാസിർ, സുമയ്യ റളിയല്ലാഹു അൻഹു. ഈ കുടുംബത്തിന്റെ ദാരുണമായ പ്രയാസങ്ങൾ കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, സബ്റൻ ആല യാസിർ ഫഇന്ന മൗഇദകുമുൽ ജന്ന. ക്ഷമിക്കൂ യാസിർ കുടുംബമേ. ഭൗതികമായ വിഷയത്തിന്റെ പേരിലായിരുന്നില്ല, നാട്ടിൽ കലാപമോ കുഴപ്പമോ ഉണ്ടാക്കിയതിന്റെ പേരിലായിരുന്നില്ല മേലാളന്മാർ അവരെ ആക്രമിച്ചത്. ഈ ഉന്നതമായ ആദർശം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനത്തിൽ നിന്ന് മകനായ അമ്മാറിന്റെ ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിക്കപ്പെട്ടപ്പോൾ അത് തന്റെ മാതാവിനും പിതാവിനും പകർന്നു നൽകുകയും അങ്ങനെ ഈ ആദർശത്തിന്റെ വഴിത്താരയിലേക്ക് കടന്നു വരികയും ചെയ്തു എന്നതാണ് അവരുടെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റായി അവർ കണ്ടിരുന്നത്, അവരുടെ മേലാളന്മാർ കണ്ടിരുന്നത്. അതിനാണ് അവരെ ആക്രമിച്ചത്. പക്ഷെ അള്ളാഹുവിന്റെ പ്രവാചകൻ അതിനുള്ള മറുപടിയായി, അതിനുള്ള പ്രതിഫലമായി എടുത്തു പറഞ്ഞത് സബ്റൻ, ക്ഷമിച്ചോളുക, നിങ്ങൾക്കുള്ള വാഗ്ദത്വം ചെയ്യപ്പെട്ടത് സ്വർഗമാണ്. അപ്പോൾ ഈ ആദർശത്തിന്റെ പ്രതിഫലം സ്വർഗമാണ്. ആ ആദർശത്തിന്റെ പ്രതിഫലം സ്വർഗമാകുമ്പോൾ ദുനിയാവിലുള്ളത് മുഴുവനും ഒന്നുമല്ലാതെയായി തീരുകയാണ്. സ്വർഗം നമുക്ക് ലഭിച്ചാൽ, സ്വർഗം നിനക്ക് ഒരു മസ്കനായി ലഭിച്ചാൽ പിന്നൊക്കെ നിസാരമായി തീരുകയാണ്. സ്വർഗം ലഭിക്കുമെന്ന് ഉറപ്പുണ്ടപ്പോൾ തന്നെ ഈ ആദർശത്തിനു വേണ്ടി എല്ലാം ഒഴിവാക്കാൻ സ്വഹാബികൾക്കും മുൻഗാമികൾക്കും ആയത് ഈ ആദർശത്തിനു വേണ്ടി സ്വർഗം ലഭിക്കുമെന്ന് ആ സുഖഭോഗങ്ങളെ കുറിച്ചറിഞ്ഞപ്പോഴാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, സഹോദരിമാർ, അള്ളാഹു നൽകിയ മഹാ അനുഗ്രഹത്തിൽ നിലനിൽക്കുമ്പോൾ അതിന്റെ വലിപ്പം തിരിച്ചറിയാതെ പോകരുത്. നമ്മൾ ഈ ആദർശത്തിന്റെ വലിപ്പം തിരിച്ചറിയാതെ പോകരുത്. പലപ്പോഴും ആളുകൾക്ക് വലിപ്പം തിരിച്ചറിയാതെ വരുന്നത് കൃത്യമായും അപ്പുറത്തുള്ള വിഷയങ്ങളെക്കുറിച്ച് അറിയാതെ വരുമ്പോഴാണ്. എന്താണ് ജാഹിലിയത്ത് എന്ന് മനസ്സിലാക്കാതെ വരുമ്പോഴാണ് ഇപ്പുറത്ത് തൗഹീദിന്റെ മാധുര്യം മനസ്സിലാക്കാതെ വരിക. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പ്രവാചകൻ പറഞ്ഞു, 3 വിഭാഗം ആളുകൾ, അവർക്ക് ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിയും. സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. ഒന്ന്, അൻ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹുവും അവന്റെ റസൂലുമാവണം മറ്റെന്തിനേക്കാളും അവന് പ്രിയപ്പെട്ടത്. ഇത് ഈ ആദർശത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ബാക്കി എല്ലാത്തിനേക്കാളും ഉപരി അള്ളാഹുവും അവന്റെ റസൂലുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവിടെ പിതാവിന് സ്ഥാനമുണ്ടാവില്ല. ആദർശത്തിന്റെ ശക്തമായ മേഖലകൾ വിശകലനം ചെയ്യുമ്പോൾ പിതാവിന്റെ വർത്തമാനത്തിന് പ്രസക്തിയില്ല, മാതാവിന്റെ തേങ്ങലുകൾക്ക് പ്രസക്തിയില്ല, കുടുംബ ബന്ധത്തിന്റെ അന്വേഷണങ്ങൾക്കോ അതിന്റെ സമവാക്യങ്ങൾക്കോ പ്രത്യേകതയുണ്ടാവുകയില്ല. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിന്റെ വാക്ക് മാത്രം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് മാത്രം. അതാണ് ഇന്നലകളെ ദീപ്തമാക്കി നിന്ന സ്വഹാബത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ വായിച്ചെടുക്കുന്നത്. മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഉമൈർ ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, ബദർ യുദ്ധത്തിൽ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ മരണപ്പെട്ട ഷഹീദാക്കപ്പെട്ട വ്യക്തിയാണ് ഉമൈർ ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ട സഹോദരന്മാർ, മനസ്സിലാക്കണം, ചെറിയ പ്രായം 10-18 വയസ്സ് അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മനസ്സിലാക്കും. അത് ഹൃദയത്തിലേക്ക് ഇറങ്ങുകയാണ്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു നേരെ വീട്ടിലെത്തി. വീട്ടിൽ വന്ന് ഈ വിഷയങ്ങൾ സംസാരിച്ചു. പുതിയ മതം, പുതിയ ആശയം,
അത് ഉൾക്കൊണ്ടിരിക്കുന്നു എന്നാണ് നാട്ടിൽ ചർച്ച. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ തന്റെ മക്കളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഉമ്മയാണ്. മക്കൾക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കാൻ കഴിയുന്ന മക്കൾ ഉമ്മയെ അത്ര അങ്ങോട്ടും സ്നേഹിക്കുന്നു. അങ്ങനെ സഅദ് റളിയല്ലാഹു അൻഹു ഉമ്മയോട്, ഉമ്മ സഅദിനോടും, മോനെ, നമ്മുടെ മുൻഗാമികൾ തുടർന്നു വന്ന ആശയങ്ങളും ആചാരങ്ങളും വിട്ടിട്ട് ഒരു പുതിയ മതത്തിലേക്ക് വേണ്ട, ഒഴിവാക്കടാ. സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മ അങ്ങനെ ഒഴിവാക്കാൻ പറ്റൂല, ഇതങ്ങനെ ഒഴിവാക്കാൻ പറ്റിയ സാധനമല്ല. ഉമ്മ വീണ്ടും പറഞ്ഞു, മോനേടാ, ഞാൻ നിന്നെ അത്രയധികം സ്നേഹിക്കുന്നു, നീ എന്നിൽ നിന്ന് വിട്ടുപോകുന്നു എനിക്ക് സഹിക്കില്ല. മകൻ പറഞ്ഞു, ഉമ്മ എനിക്ക് നിങ്ങളോട് അത്ര സ്നേഹമുണ്ട്, നിങ്ങൾ എന്തു പറയുന്നതും ഞാൻ കേൾക്കും, ഞാൻ ഒന്നും വിട്ടുകളഞ്ഞിട്ടില്ല, പക്ഷെ ഇത് നിങ്ങൾ പറയുന്നതനുസരിച്ചല്ല ഉമ്മ. അവസാനം പ്രിയപ്പെട്ട മാതാവ് തന്റെ മകനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നടത്തിയ ശ്രമം. ഉമ്മ പറഞ്ഞു, മോനെ, എങ്കിൽ സഅദയടാ, നിന്റെ മുന്നിൽ ഞാൻ പട്ടിണി കിടന്ന് ചാകും, ഞാൻ പട്ടിണി കിടന്ന് മരിക്കും. നീ ഇതിൽ നിന്ന് ഖേദിച്ചു മടങ്ങാതെ, തിരിച്ചു വരാതെ ഞാൻ ഒരിക്കലും ഇനി ഭക്ഷണം കഴിക്കില്ല. പ്രിയപ്പെട്ട മാതാവിന്റെ ശാസന കലർന്ന ഈ ശക്തമായ പ്രഖ്യാപനത്തിന്റെ മുന്നിൽ സഅദ് റളിയല്ലാഹു അൻഹു വീണുപോയില്ല. സഅദ് റളിയല്ലാഹു അൻഹു വീണില്ല. സഅദ് റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, ഉമ്മ, നിങ്ങൾക്ക് 100 ആത്മാവുണ്ടെന്ന് സങ്കല്പിക്കൂ, 100 ആത്മാക്കൾ നിങ്ങൾക്കുണ്ട് എന്ന് പറയാം. ആ 100 ആത്മാക്കളും ഒന്നിനു പുറകെ മറ്റൊന്നായി എന്റെ മുന്നിൽ കിടന്ന് പിടഞ്ഞു മരിക്കുന്നത് കണ്ടാൽ പോലും ഇല്ല ഉമ്മ, ഈ ആദർശത്തിൽ നിന്ന് അല്പം പോലും പിന്നോട്ടില്ല. കാരണം ഇവിടെ മാതാവിന്റെ തേങ്ങലുകൾക്ക് സ്ഥാനമില്ല. കാരണം ഇത് അല്ലാഹുവിന്റെ മതമാണ്, ഇത് അല്ലാഹുവിന്റെ ദീനാണ്. അവിടെ ഈ വിഷയങ്ങളൊന്നും വിലപ്പോവില്ല, അതിനേക്കാളൊക്കെ മേലെയാണത്. അതുകൊണ്ടാണ് സാധാരണ റബീഉൽ അവ്വലൊക്കെ വരുമ്പോ നമ്മൾ കേൾക്കുന്ന സ്നേഹവുമായി ബന്ധപ്പെട്ട ഒരു ആയത്തുണ്ട്. പലപ്പോഴും അതൊരു ഭാഗത്തിൽ മാത്രം നിലനിൽക്കുകയാണ്. അത് ഈ ആദർശത്തിന്റെ പ്രഖ്യാപനമാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്, ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. قل നബിയെ അങ്ങ് പ്രഖ്യാപിക്കണം, ഇൻ കാന ആബാഉകും, നിങ്ങളുടെ പിതാക്കന്മാരാണെങ്കിൽ, വഅബ്നാഅകും, നിങ്ങളുടെ സന്താനങ്ങളും, വഇഖ്വാനുക്കും, നിങ്ങളുടെ സഹോദരങ്ങളും, വഅസ്വാജുക്കും, നിങ്ങളുടെ ഇണകളും, വഅശീറത്തുക്കും, നിങ്ങളുടെ മറ്റു കുടുംബ ബന്ധുക്കളുമാണെങ്കിൽ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ബന്ധപ്പെട്ടു നിൽക്കുന്ന, അവൻ ഏറ്റവും അധികം ബന്ധപ്പെടുന്ന ഈ 5 കുടുംബത്തിന്റെ വിവിധ മേഖലകൾ. പിതാവിനെ സ്നേഹിക്കാത്ത മക്കളുണ്ടോ? മക്കളെ സ്നേഹിക്കാത്ത പിതാക്കന്മാരുണ്ടോ? ഭാര്യ ഭർത്താക്കന്മാരുടെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞറിയിക്കേണ്ടതുണ്ടോ? സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും പറയണോ? എല്ലാവരെക്കാളും ഇവരെല്ലാം മനുഷ്യരിലെ ഏറ്റവും അടുത്ത് ബന്ധങ്ങളുള്ള ആളുകളാണ്. ഈ ബന്ധങ്ങളൊന്നും അല്ലാഹുവിന്റെ വാക്കിന്റെ മുന്നിൽ യാതൊരുവിധ വിലങ്ങു തടിയുമാവരുത്. സമ്പത്ത് അടുത്ത വാക്കല്ല പറയുന്നു, അംവാലുൻ ഇഖ്തറഫ്തുമൂഹാ, നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കുന്ന ധനങ്ങളും, വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ, നഷ്ടം വന്നു പോകുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്ന വ്യവഹാരങ്ങളും, വമസാകിനു തർദൗനഹാ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഭവനങ്ങളും,
അപ്പൊ മനുഷ്യന്റെ ഭൗതികമായ ചില മാറ്ററുകളെ അള്ളാഹു പ്രത്യേകം എടുത്തു പറയുന്നു. സമ്പത്തും അതുപോലെ വ്യവഹാരങ്ങളും തന്റെ പ്രിയപ്പെട്ട ഭവനവും, ഇങ്ങനെ മനുഷ്യനെ ഭൗതിക ലോകത്ത് പിടിച്ചു വലിക്കാവുന്ന ഏതൊക്കെ ബന്ധങ്ങളുണ്ടോ അതിലെല്ലാത്തിനേക്കാളും ഉപരി അള്ളാഹുവിന്റെ വാക്ക് നിനക്ക് പ്രാധാന്യമാവണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് നിനക്ക് പ്രധാനമാവണം. ഇത് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് മാത്രമല്ല, വജിഹാദിൻ ഫീ സബീലി, അവന്റെ മാർഗത്തിലുള്ള ധർമ്മസമരവും. ഈ പറഞ്ഞ കാര്യങ്ങളാണ് ശേഷം പറയുന്ന മൂന്നെണ്ണത്തിനേക്കാളും നിങ്ങൾക്ക് പ്രാധാന്യമെങ്കിൽ ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബിഅംരി, അള്ളാഹു അവന്റെ കൽപ്പനയുമായി വരുന്നത് നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ. ഇനി അവസാനിപ്പിക്കും അള്ളാഹു പറഞ്ഞ വാക്ക് അണ്ടർലൈൻ ചെയ്യേണ്ടതാണ്. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, ദുർനടപ്പുകാരായ ഒരു വിഭാഗത്തെ അള്ളാഹു സന്മാർഗത്തിലാക്കുകയില്ല. ഈ പറയപ്പെടുന്ന ബന്ധങ്ങൾക്കാണ് ഏറ്റവും വലിയ പവിത്രതയെന്നും അള്ളാഹുവിന്റെ വാക്കിനോ അവന്റെ പ്രവാചകന്റെ വാക്കിനോ യാതൊരു വിലയുമില്ല എന്നാണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇത് രണ്ടും കൂട്ടിമുട്ടുന്ന സമയത്ത് അള്ളാഹുവിന്റെ വാക്കിന് പ്രാധാന്യം വരുന്നില്ലെങ്കിൽ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിന് പ്രാധാന്യം വരുന്നില്ലെങ്കിൽ, അവർ ദുർനടപ്പുകാരുടെ പട്ടികയിലേക്ക് വരുന്നു. സൂക്ഷിക്കണം, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പോ ഈ ആദർശത്തിന്റെ വലിപ്പം എല്ലാത്തിനേക്കാളും മേലെ. അതുകൊണ്ടാണ് മഹാനായ ഉമൈർ ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂൽ അതാ ബദറിലേക്ക് പോകാൻ ആളുകളെ സെലക്ട് ചെയ്യുന്ന സമയമാണ്. 16 വയസ്സ് മാത്രം പ്രായമുണ്ട് ഉമൈർ റളിയല്ലാഹു അൻഹുവിന്. ആ ഉമൈർ റളിയല്ലാഹു അൻഹു അതാ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നു, നബിയെ, ഞാനും കൂടി വരുന്നുണ്ട്, എന്നെയും കൂട്ടണം. എന്തിനാ പോണ? കല്യാണത്തിനാ? അല്ല, യുദ്ധമാണ്. 50-50 ചാൻസ്. വിടരുന്നതിന് മുമ്പ് വേണമെങ്കിൽ അറുത്തെറിയപ്പെടാം, അല്ലെങ്കിൽ തിരിച്ചു വരാം. ബദറിലേക്ക് പോകാൻ, ശത്രുവിനെ പ്രതിരോധിക്കാൻ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്തു. നിങ്ങൾ ആ രംഗമൊന്ന് ആലോചിച്ചു നോക്കൂ. ജ്യേഷ്ഠനായ സഅദ് ഇബ്നു അബീ വഖാസിന്റെ വിരലും പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് നടന്നു വരുന്നു ഉമൈർ റളിയല്ലാഹു അൻഹു. അങ്ങനെയാണ് അവർ ബദറിലേക്ക് കടന്നു പോകുന്നത്. ബദർ യുദ്ധം കഴിഞ്ഞ് സന്തോഷവും ദുഃഖവും മലതല്ലുന്ന സന്ദർഭമാണ്. മദീനയുടെ അതിർത്തി പ്രദേശത്ത് എല്ലാവരും കാത്തു നിൽക്കുന്നു സ്വഹാബികളെ സ്വീകരിക്കാൻ. 14 ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കുടുംബക്കാരെല്ലാവരും കാത്തു നിൽക്കുമ്പോൾ വീട്ടിൽ നിന്ന് പ്രിയപ്പെട്ട ജ്യേഷ്ഠന്റെ കയ്യും പിടിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയ മഹാനായ ഉമൈർ റളിയല്ലാഹു അൻഹു ബദറിൽ നിന്ന് തിരിച്ചു വീട്ടിലേക്ക് വന്നില്ല. തന്റെ പുന്നാര മകനെ കാത്തു നിൽക്കുന്ന ഉമ്മയുടെ മനസ്സിലേക്ക് തീകോരി എറിയുന്ന വർത്തമാനമാണ്. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു എന്ന ജ്യേഷ്ഠന്റെ മനസ്സ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. സന്തോഷത്തോടെ, അങ്ങേയറ്റം ആഹ്ലാദത്തോടെ ജീവിച്ചിരുന്ന അവരിൽ ഒരാൾ ബദർ യുദ്ധത്തിൽ അല്ലാഹുവിന്റെ റസൂല് തീരുമാനം പറഞ്ഞ് ഇറങ്ങിച്ചെല്ലുമ്പോൾ ബദറിൽ ഷഹീദാക്കപ്പെട്ട ആളുകളുടെ കൂട്ടത്തിലെ ചെറിയ പ്രായമുള്ളവരിൽ ഒരാളാണ് മഹാനായ ഉമൈർ റളിയല്ലാഹു അൻഹു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണെന്നറിയോ? അവർക്ക് ഭൗതിക മാറ്ററുകൾക്കപ്പുറത്ത് സ്വർഗമെന്ന ഉന്നതമായ മേഖലയെ അവർ കണ്ട് ഈ ആദർശത്തിനു വേണ്ടി എല്ലാം സമർപ്പിച്ചു. അതിൽ ചെറുപ്പ വലിപ്പ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. എല്ലാം അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ അവർ തയ്യാറായി. ഇന്ന് നമുക്കുള്ള ഏറ്റവും വലിയ പ്രതിബന്ധം അതാണ്. ഈ ആദർശത്തിനു വേണ്ടി എല്ലാം അള്ളാഹ്ക്ക് സമർപ്പിക്കാൻ നമുക്കാവണില്ല. നമുക്ക് ഭൗതികമായ ചില ബന്ധനങ്ങൾ നമ്മളെ അതിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നുണ്ട്. ഇത് രഹസ്യമല്ല, ഇത് പരസ്യമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ആദർശത്തിനു വേണ്ടി ശക്തമായി നിൽക്കാൻ തീരുമാനിക്കപ്പെടേണ്ട ആളുകൾ അതിൽ നിന്ന് പതുക്കെ പതുക്കെ പലപ്പോഴായി വലിഞ്ഞു പോകുന്നത്.
ഇതൊരു മഹാദുരന്തമാണ്. മുസ്ലിം സമൂഹത്തിന്റെ മുൻഗാമികൾക്കില്ലാത്ത, പിൽഗാമികൾ കടന്നു വന്നപ്പോൾ കടന്നു വന്ന ഒരു ദുര്യോഗമാണത്. അള്ളാഹുവിന്റെ മതത്തിന് വിലയില്ലാതെ മാറുകയാണ്, അവന്റെ ആദർശത്തിന് വിലയില്ലാതെ മാറുകയാണ്. എത്രത്തോളം ഞാനും നിങ്ങളും ഒക്കെ ചിലപ്പോഴൊക്കെ പറയും ഒക്കെ ശരി തന്നെയാണ്, പക്ഷെ ഇക്കാലഘട്ടത്തിൽ ഇതൊന്നും അങ്ങോട്ട് പറ്റൂല എന്ന് പറയും. ഒക്കെ ശരി തന്നെയാണ്, എല്ലാം ശരി തന്നെയാണ്, പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ അല്ല, ഏത് സാഹചര്യത്തിലേക്കും യോജിക്കുന്ന ആദർശമാണ് അള്ളാഹുവിന്റെ മതം. അതുകൊണ്ടാണ് മലയാളത്തിൽ 2 പദങ്ങൾ നമ്മൾ പറയും സാധാരണ: സാർവലൗകികം, സാർവജനീനം എന്ന് പറഞ്ഞാൽ എക്കാലത്തേക്കും എല്ലാ ജനസമൂഹത്തിലേക്കും. എത്ര ഉത്തുംഗതയിൽ അങ്ങ് ചൊവ്വയിലേക്ക് പോകാൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്ന മനുഷ്യരുടെ കാലഘട്ടമാണിപ്പോൾ. അങ്ങോട്ട് പോയി ഇനി അവിടെ താമസിക്കാം എന്ന് തീരുമാനിച്ചിരിക്കുന്ന മനുഷ്യരുടെ മുന്നിലും ഈ ആദർശം കത്തിച്ചൊലിച്ചു നിൽക്കുകയാണ്. അവരുടെ മുന്നിൽ തല താഴ്ത്തേണ്ടുന്നൊരവസ്ഥ വരണില്ല. കാരണം ഈ ആദർശത്തിന്റെ പ്രോജ്വല പ്രഭ അതെപ്പോഴും അതിങ്ങനെ ഗ്രാഫ് ഉയർന്നുകൊണ്ടിരിക്കും, അതിന്റെ മുന്നിൽ നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇത് തിരിച്ചറിഞ്ഞ അറേബ്യയിലെ പ്രധാനപ്പെട്ട കവി, അയാൾ ആദ്യമായി പറഞ്ഞ വാക്കിതാണ്. വലീദ് ഇബ്നു മുഗീറ, ആ മനുഷ്യൻ റസൂലുള്ളാഹിയുടെ നാവിൽ നിന്ന് പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് കേട്ടിട്ട് അദ്ദേഹം ഖുർആനിനെ വിലയിരുത്തിക്കൊണ്ട് പറഞ്ഞ വർത്തമാനം അതാണ്: വല്ലാഹി ഇന്ന ലഹു ലഹലാവ, തീർച്ചയായും അല്ലാഹുവിനെ സത്യം, ഇതിനൊരു മാധുര്യമുണ്ട്. ഇന്നഹു യഅലു വലാ യുഅല അലൈഹി, ഇതിങ്ങനെ അടിക്കടി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും, ഇതിന്റെ മേലെ നിൽക്കാൻ ഒന്നിനുമാവില്ല, ഇതിന്റെ മേലെ നിൽക്കാൻ ഒരു വാചകങ്ങൾക്കുമാവില്ല. അത് പരിശുദ്ധ ഖുർആനിന്റെ പ്രത്യേകതയായി മനസ്സിലാക്കി അവർ. നമുക്ക് മനസ്സിലാക്കാൻ കഴിയണില്ല, നമ്മൾ ഇത് പഠിക്കണില്ല, മനസ്സിലാക്കണില്ല. ഈ ആദർശത്തിന്റെ വലിപ്പം മനസ്സിലാക്കി അതിന്റെ മുന്നിൽ നിൽക്കാൻ, അതിനുവേണ്ടി ഭൗതികമായ എന്ത് പ്രയാസങ്ങളും സഹിക്കാൻ നമ്മൾ തയ്യാറാവണില്ല. ഞാനൊരു സംഭവം കൂടി കൂട്ടത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് മറ്റൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബദറിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ട ആളുകളിൽ ഒരാളാണ് ഹാരിസത്ത് ഇബ്നു സുറാഖത്ത് റളിയല്ലാഹു അൻഹു. പ്രായം 20-ൽ താഴെ മാത്രം, 20-ൽ താഴെ മാത്രം പ്രായമുള്ള ഹാരിസത്ത് ഇബ്നു സുറാഖത്ത് റളിയല്ലാഹു അൻഹു. പിതാവ് നേരത്തെ മരണപ്പെട്ട മനുഷ്യൻ. പിന്നെ തന്റെ പ്രിയപ്പെട്ട മാതാവിന് താങ്ങും തണലുമായുള്ളത് ഈ ഒരൊറ്റ കുട്ടി മാത്രം. ബദർ യുദ്ധത്തിലേക്ക് പോയി. അങ്ങനെ യുദ്ധം കഴിഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും കാത്തു നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവര് തിരിച്ചു വരുമ്പോൾ സന്തോഷത്തോടെ ആലിംഗനം ചെയ്ത് കൊണ്ടുപോവുകയാണ്. ഓരോരുത്തരും അവരവരുടെ കുടുംബക്കാരെ ഹസ്തദാനം ചെയ്തും കെട്ടിപ്പിടിച്ചും സന്തോഷം പങ്കിട്ട് തിരിച്ചു പോകുമ്പോൾ മദീനയിലെ ആ അതിർത്തി പ്രദേശത്തിന്റെ തൊട്ടടുത്തുള്ള ഒരു ഈത്തപ്പനയുടെ ചുവട്ടിൽ ഒരു ഉമ്മ മാത്രം ഇങ്ങനെ ദൂരോട്ട് നോക്കി നിൽക്കുകയാണ്. ആ ഉമ്മ നോക്കുന്നത് തന്റെ പ്രിയപ്പെട്ട മകൻ ഹാരിസിനെയാണ്. തന്റെ പുന്നാര മകനെ കാണുന്നില്ലല്ലോ അല്ലാ, എന്റെ മകൻ മാത്രം തിരിച്ചു വന്നില്ലല്ലോ. കുറെ അധികം നേരം അവിടെ കാത്തു നിന്നു. അവസാനം നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമായി ഹാരിസത്ത് ഇബ്നു സുറാഖത്ത് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മാതാവ് തിരിച്ചു വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ പോയിരുന്ന് കരയുകയാണ്. തന്റെ മകനെ കാണാത്തതിന്റെ വിഷമമുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാട്ടിലേക്ക് പോയിട്ട് അറിഞ്ഞില്ല, അല്ലെങ്കിൽ ഗൾഫിലേക്ക് വന്നിട്ട് വിവരം കിട്ടിയില്ല എന്നറിയുമ്പോ വീട്ടിലിരുന്ന മാതാവ് കരയുന്നത് പോലെയല്ല. യുദ്ധത്തിന് പോയിട്ട് തന്റെ മകൻ തിരിച്ചു വന്നില്ല. അങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദൂതനത ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് വരുന്നു. വന്നിട്ട് പറഞ്ഞു, ഉമ്മ, നിങ്ങളുടെ പുന്നാര മകൻ ഹാരിസ് ഉണ്ടല്ലോ, ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട 14 ആളുകളിൽ ഒരാളാണ്. ഇത് കേട്ടിട്ട് ആ പുന്നാര ഉമ്മ കരയുകയാണ്. കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നു. നടക്കാൻ കഴിയാത്ത ആ ഉമ്മ അവിടുന്ന് എഴുന്നേറ്റ് റസൂലുള്ളാന്റെ ഹദറത്തിലേക്ക് വരികയാണ്. വേച്ച് റസൂലുള്ളാന്റെ അടുത്തേക്ക് വന്നു നിന്ന് റസൂലുള്ളാനോട് ചോദിക്കുന്നു, നബിയേ,
എന്റെ മകൻ കൊല്ലപ്പെട്ടു എന്ന വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്കൊരു കാര്യം അറിഞ്ഞാൽ കൊള്ളാം നബിയെ, എന്റെ മകൻ സ്വർഗത്തിലാണോ? എന്റെ മകൻ ഷഹീദാക്കപ്പെട്ട് അവന് സ്വർഗമുണ്ടോ? ഉണ്ടെങ്കിൽ ഈ ഉമ്മയുടെ കണ്ണുനീര് ഇപ്പോൾ നിൽക്കും നബിയേ. ഇല്ലെങ്കിൽ ഞാൻ അവനെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാരിസത്ത് ബിൻ സുറാഖ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയുടെ മുഖത്ത് നോക്കുന്നു. റസൂലുള്ള പറഞ്ഞു, ഇന്നഹാ ജിനാൻ. അല്ല പ്രിയപ്പെട്ട മാതാവേ, നിങ്ങളുടെ പുന്നാര മകന് ലഭിച്ചിട്ടുള്ളത് ഒരു സ്വർഗമല്ല. ഇന്നഹാ ജിനാൻ, ധാരാളം തോട്ടങ്ങൾ, ധാരാളം സ്വർഗമുണ്ട്. മാത്രമല്ല ഒരു വാക്കുകൂടി പറഞ്ഞു, ആ ഉമ്മയുടെ കണ്ണുനീര് നിൽക്കുകയാണ്. എന്താണ് റസൂലുള്ള പറഞ്ഞതെന്നറിയോ? നിങ്ങളുടെ മകൻ ഹാരിസ് എന്റെ കൂടെ ഫിർദൗസുൽ അഅലയിലാണ്, എന്റെ കൂടെ ഫിർദൗസുൽ അഅലയിലാണ് നിങ്ങളുടെ പുന്നാര മകന്റെ സ്ഥാനമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ ആ പുന്നാര ഉമ്മ തിരിച്ചു നടക്കുന്നു സ്വന്തം വീട്ടിലേക്ക്. വീട്ടിലിരുന്ന് റബ്ബിനോട് ചോദിക്കുന്നു, അല്ലാ, എന്റെ പുന്നാര മകനെ നീ സ്വർഗത്തിലേക്ക് എത്തിച്ചു, ഈ വൃദ്ധയായ എന്നെ കൂടി ഒന്ന് സ്വർഗത്തിലാക്കുമോ അല്ലാ? എന്റെ മകനോടൊപ്പം എന്നെയും കൂടി സ്വർഗത്തിലാക്കുമോ എന്ന് പൊട്ടിക്കരഞ്ഞു ഒരു മാതാവിന്റെ പ്രാർത്ഥന. നിങ്ങൾ നോക്കൂ, ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. ഞാനിത് പറഞ്ഞതെന്തിനാണെന്നറിയോ? മുൻഗാമികളായ ആളുകളെല്ലാം ഈ ആദർശത്തിനു വേണ്ടി പ്രയാസം സഹിച്ചു. അവരുടെ ഭൗതികമായ താല്പര്യങ്ങളെല്ലാം മാറ്റിവെച്ചു. പരലോകത്തിനു വേണ്ടി മാത്രം പണിയെടുത്തൊരു വിഭാഗം ആളുകൾ അള്ളാഹുവിന്റെ ദീനെന്ന് പറഞ്ഞാൽ അതിന്റെ മുന്നിൽ വേറെ ആളില്ല. എന്തിനും അതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾ. ഇത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിന്റെ റസൂലുമായി ബന്ധപ്പെട്ട ചരിത്ര നിമിഷങ്ങൾക്ക് സാക്ഷിയായ സ്ഥലങ്ങളാണല്ലോ. ഇവിടെ ഞാൻ എന്റെ പ്രിയപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടി ഒരു സംഭവം കൂടി സൂചിപ്പിക്കട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ആ മഹാനവറുകൾക്ക് ഒന്നിലധികം ഭാര്യമാരിൽ നിന്ന് ധാരാളം കുട്ടികളുണ്ട്. അതിൽ പേരെടുത്തു പറയാൻ പറ്റുന്ന രണ്ട് സ്ത്രീരത്നങ്ങളാണ്. ഒന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ, മറ്റൊന്ന് അസ്മാ റളിയല്ലാഹു അൻഹാ. രണ്ടുപേരും ചരിത്രത്തിൽ തുല്യമായ സ്ഥാനം പങ്കിടുന്ന ആളുകളാണ്. ഒരാൾക്കൊരു പ്രത്യേകത, അവർ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാണ്. അങ്ങനെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തെ ആള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രത്യേക സ്ഥാനപ്പേര് നൽകി ആദരിച്ചിട്ടുണ്ട്. മഹദിയായ അസ്മാ റളിയല്ലാഹു അൻഹാ. നിങ്ങൾക്കറിയുമല്ലോ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും കൂടി ഹിജ്റ പുറപ്പെടുകയാണ്. അങ്ങനെ സൗർ ഗുഹയിൽ താമസിച്ചതും അവിടെ റസൂലുള്ളാഹിക്കും അബൂബക്കർ സിദ്ദീഖിനും പ്രത്യേകം സൗകര്യമൊരുക്കി കൊടുത്തതുമെല്ലാം ഞാൻ അതിലെ ഒരു ഭാഗം നിങ്ങളോട് പറയുന്നു. യാത്ര പുറപ്പെടേണ്ടുന്ന സമയമായി സൗർ ഗുഹയിൽ നിന്നിറങ്ങി മദീനയിലേക്കുള്ള യാത്ര പുറപ്പെടണം. അങ്ങനെ പുറപ്പെടാൻ കാത്തു നിൽക്കുമ്പോ റസൂലുള്ളാഹിക്ക് പോകാനുള്ള വാഹനം വന്നു. രണ്ടാളും വാഹനപ്പുറത്ത് കയറിയിരുന്നു. ആ സമയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അതാ അസ്മാഇനെ കണ്ടില്ലല്ലോ, നമുക്ക് യാത്രയിൽ കഴിക്കാനുള്ള ഭക്ഷണം കൊണ്ടുവരാൻ പോയതാണല്ലോ അസ്മാ. അല്ലെന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾക്ക് അറിയുമോ, അസ്മാ റളിയല്ലാഹു അൻഹാ അന്ന് നിറഗർഭിണിയാണ്. വയറ്റിൽ കുഞ്ഞ് ഏകദേശം പുറത്തു വരാൻ സമയമായിരിക്കുന്ന ആ അവസാന നിമിഷങ്ങളിലാണ്. ആ സമയത്താണ് മക്കയിൽ അതാ കഅബാലയത്തിന്റെ തൊട്ടടുത്തുനിന്നാണ് മഹദി അവറുകൾ ഇങ്ങ് സൗർ ഗുഹയിലേക്ക് നടക്കേണ്ടത്. അതിന്റെ താഴ്വാരം വരെ നടന്നു വരേണ്ടത് അസ്മാ റളിയല്ലാഹു അൻഹാ പോയി ഭക്ഷണവും എടുത്തുകൊണ്ട് പെട്ടെന്ന് റസൂലുള്ളാഹിന്റെ അടുത്ത് വരുന്നു.
വാഹനപ്പുറത്തിരിക്കുന്നു. റസൂലുള്ള ഭക്ഷണം ഇങ്ങനെ ഉയർത്തി അങ്ങ് കൊടുത്തു. റസൂലുള്ള ചോദിച്ചു, മോളെ അസ്മാ, ഈ ഭക്ഷണം കെട്ടണമല്ലോ മോളെ, കയറെവിടെ? അസ്മാ ബീവി മറന്നുപോയി. കാരണം പെട്ടെന്നുള്ള ധൃതിക്ക് ഓടി വന്നതാണ്. റസൂലുള്ളയും പ്രിയപ്പെട്ട പിതാവും ശത്രുക്കളുടെ കൺമുന്നിൽ പെടാൻ പാടില്ല, അതിനു മുമ്പ് രക്ഷപ്പെടണം. അതിന് ഓടി വന്നതാണ്. കയറെടുക്കാൻ മറന്നുപോയി. ഉടനെ അസ്മാ ബീവി ചെയ്ത പ്രവർത്തനം ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയാണ്. തന്റെ തലയിൽ കിടന്ന തട്ടമെടുത്ത് രണ്ടായി കീറുന്നു. എന്നിട്ട് ഒരു ഭാഗം റസൂലുള്ളാന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നബിയെ ഇതുകൊണ്ട് കെട്ടിക്കോ. കീറിയ ബാക്കി തട്ടം തന്റെ ശിരസിലിട്ട് അതിങ്ങനെ തന്റെ ശരീരം മറക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് കൊടുത്ത പേരാണ് ദാത്തുന്നിഖാതൈൻ. രണ്ട് തട്ടത്തിന്റെ ഉടമ എന്ന നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അസ്മാ റളിയല്ലാഹു അൻഹക്ക് അങ്ങനെ ഒരു പേര്. ഇന്ന് ചരിത്രത്തിൽ നോക്കിയാൽ ദാത്തുന്നിഖാതൈൻ എന്ന് പറഞ്ഞാൽ അസ്മാ ബീവിയാണ്. അങ്ങനെ അവര് യാത്ര പുറപ്പെട്ടു. അസ്മാ ബീവി വീട്ടിലേക്ക് പോന്നു. കുറച്ചു നേരം കഴിഞ്ഞു. ശത്രുക്കൾ അന്വേഷിച്ച് കണ്ടുകിട്ടിയില്ല. നേരെ വരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്കാണ്. അവിടെ വന്ന് കതകിൽ ആഞ്ഞടിക്കുന്നു. അസ്മാ ബീവിയുടെ കതവ് തുറന്നു. അതാ ശത്രുക്കളാണ് മുന്നിൽ നിൽക്കുന്നത്. ചോദിച്ചു, എവിടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എവിടെ നിന്റെ പിതാവ്, പറയൂ. അസ്മാ ബീവി ഒരക്ഷരം മിണ്ടുന്നില്ല. കാരണം പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഹബീബ് പിടിക്കപ്പെടുമോ എന്ന പേടിയുണ്ട്. അസ്മാ ബീവി മിണ്ടാതെ വന്നപ്പോ കൈയെടുത്ത് ശത്രുക്കൾ അതാ അസ്മാ ബീവിയെ അടിക്കുന്നു. പൂർണ്ണ ഗർഭിണിയായ അസ്മാ ബീവി റളിയല്ലാഹു അൻഹ അടിയും ഇടിയും കൊണ്ട് നിലത്ത് ബോധം കെട്ട് വീഴുന്നു. പക്ഷേ ഒരക്ഷരം തിരിച്ചുമുണ്ടാതെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ആ ഗർഭിണിയായ പ്രിയപ്പെട്ട അസ്മാ റളിയല്ലാഹു അൻഹ എല്ലാം സഹിക്കുന്നു. ബോധം പോകുന്നത് വരെ അടികൊണ്ട് വീഴുന്നു. അല്ല എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, ഈ ആദർശത്തിന് വേണ്ടി അള്ളാഹുവിന്റെ ദീനിന്റെ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് എനിക്കും നിങ്ങൾക്കും എന്ത് സഹിക്കാൻ കഴിഞ്ഞു എന്ന് ആലോചിക്കേണ്ടതല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു വിഷയമല്ല. മുൻഗാമികളുടെ ചരിത്രങ്ങൾ അതെന്തോ ഒരു ചിത്രകഥകൾ വായിക്കുന്ന ഒരു അനുഭൂതിയിലേക്ക് അല്ല. ഇതൊക്കെ ജീവിച്ചിരുന്ന നമ്മളെപ്പോലെ മജ്ജയും മാംസവുമുള്ള മനുഷ്യരായിരുന്നു അവർ ഈ ആദർശത്തിനു വേണ്ടി സഹിച്ച പ്രയാസങ്ങളാണ്. അള്ളാഹു നൽകിയ ഈ അനുഗ്രഹത്തെ അത് സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള ഉന്നതമായ മാർഗമായി അവർ സ്വീകരിച്ചു. എവിടെയെങ്കിലും ചെറിയ നിലക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ മികപ്പിക്കാൻ, അതിനെ മേലെയാക്കി രക്ഷപ്പെടാനുള്ള ശ്രമം നടക്കും. നിങ്ങൾക്കറിയില്ലേ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മദീനയിൽ, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ മദീനയിൽ അദ്ദേഹത്തിന്റെ ചരക്കു വാഹനങ്ങൾ, കച്ചവടക്കാരനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് അന്ന് 700 ഒട്ടകങ്ങളുടെ പുറത്ത് ഭക്ഷണ സാധനങ്ങൾക്ക് വരികയാണ്. മദീനയിൽ വമ്പിച്ച ഉത്സവത്തിന്റെ ലഹരിയിലാണ്. കാരണം കച്ചവട സാധനം വന്നതിന്റെ സന്തോഷത്തിലാണ്. വലിയ ഒച്ചപ്പാടും ബഹളവും ഇങ്ങനെ കേൾക്കാൻ. ഒരാളിങ്ങനെ ഓടിപ്പോകുമ്പോ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്താണ് അവിടെ ഒരു ശബ്ദം? അപ്പൊ ആ സഹാബി പറഞ്ഞു, അത് അബ്ദുറഹ്മാനിന്റെ ചരക്ക് വന്ന സമയമാണത്. ഉടനെ ആയിഷ ബീവി പറഞ്ഞു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അവർ നിരങ്ങിക്കൊണ്ടാണ് സ്വർഗത്തിൽ കടക്കുന്നത് എന്ന് റസൂലുള്ള പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ കേട്ടയാള് നേരെ അവിടെ ചെന്നു. കച്ചവടം തുടങ്ങിയിട്ടില്ല. അവിടെ ചെന്ന് അബ്ദുറഹ്മാൻ ബിൻ ഔഫിനോട് പറഞ്ഞു, നിങ്ങളെ കുറിച്ച് ഉമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കച്ചവടം അവിടെ നിർത്തി പെട്ടെന്ന് ഓടി വന്നു ഉമ്മാനോട്. വന്നിട്ട് ചോദിച്ചു, ഉമ്മ റസൂലുള്ള അങ്ങനെ പറഞ്ഞു? അപ്പൊ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അതെ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ പറയുന്നത്. ഉടനെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയണം, എന്നാ ഉമ്മ എനിക്കൊന്ന് നടന്ന് സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്കൊന്ന് നടന്നു പോണമല്ലോ ഉമ്മ. അതിനുവേണ്ടി ഞാനിതാ എന്റെ സമ്പത്ത് മുഴുവനും കൊടുക്കാൻ നേരെ കച്ചവട സാധനത്തിനടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇന്ന് കച്ചവടമില്ല,
ഈ 700 ഒട്ടകങ്ങളുടെ പുറത്തുള്ള ഭക്ഷണ സാധനങ്ങളും മദീനയിലുള്ള ആളുകൾക്ക് വീതിച്ചു കൊടുക്കുന്നു. മദീനയിലെ പാവങ്ങൾക്ക് മുഴുവനും വീതിച്ചു കൊടുത്തു. എന്തിന്? ഒന്ന് നടന്ന് സ്വർഗത്തിൽ പോകണമെന്ന ആഗ്രഹത്തിൽ. നിങ്ങളൊന്ന് ആലോചിച്ചു. അവരൊക്കെ പോയ സ്വർഗത്തിലാണ് നമ്മളൊക്കെ കാത്തിരിക്കുകയാണ്. അവരൊക്കെ തീഷ്ണമായ പരീക്ഷണങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ സഹിച്ച ആ സ്വർഗത്തിലേക്കാണ് നമുക്കും പോകേണ്ടത്, അല്ലേ? അല്ലാഹു ചോദിക്കുന്നു, അം ഹസ്ബതും തദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ കടക്കാൻ വ്യാമോഹിക്കുകയാണോ? നിങ്ങൾ സ്വർഗത്തിൽ കടക്കാൻ ആഗ്രഹിച്ചിരിക്കുകയാണോ? ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബലികും മസ്സതുഹുമുൽ ബഅസാഉ വദ്ദറാ حتى زلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب. അല്ലാഹുവിന്റെ ഖുർആൻ ചോദിക്കുകയാണ്, അം ഹസ്ബതും തദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ കടക്കാൻ വ്യാമോഹിക്കുകയാണോ? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബലികും, നിങ്ങളുടെ മുൻഗാമികൾക്ക് വന്നതുപോലത്തത് വരാതെ, നിങ്ങളുടെ മുൻഗാമികൾക്ക് വന്ന പ്രയാസങ്ങളൊന്നും വരാതെ ഖുർആൻ പറയുന്നു, മസ്സതുഹുമുൽ ബഅസാഉ വദ്ദറാ, പ്രയാസങ്ങൾ അവരെ ബാധിച്ചിട്ടുണ്ട്, വിഷമങ്ങൾ അവരെ ബാധിച്ചിട്ടുണ്ട്. എത്രത്തോളം വസുൽസിലു, അവർ വിറപ്പിക്കപ്പെട്ടു. ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹു, അല്ലാഹുവിന്റെ തിരുദൂതരും കൂടെയുള്ളവരും പറഞ്ഞു പോകുമാർ, മതാ നസ്റുല്ലാഹ്, അല്ലാഹുവിന്റെ സഹായം എപ്പോഴാണ്? ഇനി അല്ലാഹുവിന്റെ സഹായം നമ്മെ തേടി എപ്പോഴാണ് വരുന്നത്? മഹാനായ ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു ചോദിച്ച പോലെ, അലാ തദ്ഉ ലനാ അലാ തസ്തൻസിറു ലനാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാത്തതെന്താണ്? ഞങ്ങൾക്ക് വേണ്ടി സഹായത്തിന് അല്ലാഹുവിനോട് ചോദിക്കാത്തതെന്താണ് നബിയേ? ആരാണ് ആ വന്ന് പറയുന്ന ആളെന്നറിയുമോ? ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു ശത്രുക്കൾ പീഡിപ്പിച്ച് അവസാനം എരിയുന്ന കനലിന്റെ പുറത്ത് കടത്തിയിട്ട് ശരീരത്തിന്റെ മാംസവും തോലുമെല്ലാം കരിഞ്ഞ് അതിൽ നിന്ന് പുറത്തു വന്ന നീര് വീണ് ആ തീക്കനൽ കെട്ടുപോയി ആ ദുർഗന്ധം വമിക്കുന്ന ശരീരവുമായി അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വന്ന് തന്റെ കരിഞ്ഞ പുറം കാണിച്ചു കൊടുത്തിട്ട് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അലാ തദ്ഉ ലനാ, നബിയെ, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തുകൂടെ? അലാ തസ്തൻസിറു ലനാ, ഞങ്ങൾക്ക് വേണ്ടി സഹായത്തിന് ചോദിച്ചുകൂടെ നബിയേ? അല്ലാഹുവിന്റെ റസൂലടക്കം പറഞ്ഞുപോയി, മതാ നസ്റുല്ലാഹ്, ഇനി എപ്പോഴാണ് അല്ലാഹുവിന്റെ സഹായം വരുന്നത്? അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്, അറിയണേ, അല്ലാഹുവിന്റെ സഹായം സമീപത്താണ്. എത്ര പ്രയാസങ്ങൾ അവർ സഹിച്ചു, എത്ര വിഷമങ്ങൾ അവർ സഹിച്ചു ഈ ആശയത്തിന് വേണ്ടി. ഈ വീട്ടിലെ കാര്യത്തിനല്ല, സ്വന്തം നാട്ടിന്റെ വിഷയങ്ങൾക്കല്ല, ഈ ആദർശത്തിന് വേണ്ടി. ഈ ആദർശത്തിന്റെ പ്രത്യേകത പ്രിയപ്പെട്ട സഹോദരന്മാർ തിരിച്ചറിയണം. നമ്മൾ അതിന്റെ ആളുകളായി മാറുകയാണ്. അതിന്റെ ആളുകളായി മാറി അതിൽ വിശ്വാസത്തിലും സ്വഭാവത്തിലും കർമ്മങ്ങളിലുമെല്ലാം അതിങ്ങനെ നിഴലിച്ചു നിൽക്കണം. ഒരു മുസ്ലിം എന്ന് പറയുമ്പോൾ മുസ്ലിമായി തന്നെ നിൽക്കണം. കാനേശുമാരി മുസ്ലിങ്ങളല്ല, ശരിക്കുള്ള മുസ്ലിം, നല്ല പവർഫുൾ മുസ്ലിം, നട്ടെല്ല് നിവർത്തിപ്പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ആളാണ്. ആദർശത്തിന്റെ പ്രത്യേകത അതാണ്. ആരുടെ മുന്നിലും കൂസാത്തൊരു പ്രകൃതി. നിങ്ങൾക്കറിയുമോ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകന്റെ അടുത്ത് പ്രവാചകനെ കണ്ടിഷ്ടപ്പെട്ട് പ്രവാചകന്റെ ആദർശം മനസ്സിലാക്കി, കൂടെയുള്ളവരുടെ പ്രവർത്തനം മനസ്സിലാക്കി, ഒന്നടുത്തിരുന്നാൽ മനസ്സിലാകും. 3 ദിവസം നമ്മളോടൊപ്പം താമസിച്ച 4ാം ദിവസം അസ്സലാമു അലൈക്കും, ഞാൻ പോട്ടെന്ന് പറഞ്ഞു പോകും, അല്ലേ? 3 ദിവസം നമ്മളുടെ കൂടെ ഒരു അതിഥി വന്ന് താമസിച്ചാൽ
അയാൾക്ക് പ്രത്യേക ചേഞ്ചിങ് ഒന്നും ഉണ്ടാവില്ല. ഉണ്ടാവോ? ഒരു അമുസ്ലിം സഹോദരൻ നമ്മളെ കൂടെ 3 ദിവസം വന്ന് താമസിച്ചിരിക്കട്ടെ, 4ാമത്തെ ദിവസം പിന്നെ ഞാൻ മനസ്സിലാക്കിയതുപോലെ അല്ല കേട്ടോ, വല്ലാത്ത തന്നെ കേട്ടോ നിങ്ങള്. ഇതെന്താ സാധനം? ഇതാണ് ഞങ്ങള് ഇസ്ലാമിന്റെ ആദർശം. ഇതാണ് നല്ല ഞാൻ എനിക്കൊന്നും ആകണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ നോക്കുക, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളുടെയും പ്രവർത്തനം അങ്ങനെയായിരുന്നു അല്ലേ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ മദീനയുടെ അതിർത്തി സ്ഥലങ്ങളിൽ നിന്ന് അവിടെ ഇങ്ങനെ റോന്ത് ചുറ്റുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരാളെ പിടികിട്ടുന്നത്. ആളാരാന്ന് മനസ്സിലായില്ല. കാരണം ഉംറക്ക് വേണ്ടി വന്ന ആളാണ്. പിടിച്ചു കൊണ്ടുപോയി പ്രവാചകന്റെ അടുത്ത് കൊണ്ടുവന്നു. ദാ ചെങ്ങൈനെ അവിടുന്ന് കിട്ടിയതാണ്, ശത്രുവാണ്. പിടിച്ചു കെട്ടിയിട അവിടെ പള്ളിയുടെ വാതിക്കൽ കെട്ടിയിട്ടു. അറിയില്ലേ സംഭവം? അവിടെ കെട്ടിയിട്ടു. അതാരാണ്? ഒരു രാജ്യത്തിന്റെ രാജാവാണെന്ന് സഹാബികൾക്കറിയില്ല. അവരൊരു ശത്രുവാനെ പോലെ കണ്ട് കൊണ്ടുവന്ന് പിടിച്ചു കെട്ടിയിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഇസ്ലാമിന്റെ നായകൻ ആ തടവ് പുള്ളിയുടെ അടുത്തേക്ക് കടന്നു ചെന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട മാത്രമല്ല അയാൾക്ക് ദേഷ്യം തോന്നി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ആദർശം ഇങ്ങനെയാണ്, അതുകൊണ്ട് അതിൽ വിശ്വസിക്കണം, അത് മനസ്സിലാക്കണം, എന്നാ നിങ്ങൾക്ക് റിലീസ് നൽകാൻ പോകാം. അയാൾ പറഞ്ഞു, ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് നിങ്ങളെയാണ്. എനിക്ക് ഈ ഭൂമി ലോകത്ത് ഏറ്റവും വെറുപ്പുള്ളത് നിങ്ങളുടെ മുഖമാണ്. ഞാൻ ഈ ഭൂമി ലോകത്ത് ഏറ്റവും വെറുക്കുന്ന നാട് മദീനയാണ്. ഞാൻ ഏറ്റവും വെറുക്കുന്നത് നിങ്ങളുടെ ആദർശത്തെയാണ്. ആരാണ് ഈ മനുഷ്യൻ? സുമാമത്ത് ബിൻ ഉസാൽ, യമാമയിലെ രാജാവ്. അവിടുന്നാണ് മക്കയിലെ ആളുകൾക്ക് ഭക്ഷണം കടന്നു വരുന്നത്. അവിടുന്നാണ് ഭക്ഷണ പദാർത്ഥങ്ങൾ എത്തുന്നത്. ആ രാജാവിനെയാണ് സ്വഹാബികൾ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ ചെന്ന് തന്റെ പ്രിയപ്പെട്ട പത്നിമാരോട് പറഞ്ഞു, ഭക്ഷണം ഉണ്ടാക്കണം, നമുക്കൊരു അതിഥിയുണ്ട്. എന്ത്? നമുക്കൊരു അതിഥിയുണ്ട്. കുറ്റവാളിയല്ല, ബന്ധനസ്ഥനാക്കി കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു എന്ന് മാത്രം. അതിഥിയാണ്, അയാളെ സൽക്കരിക്കണം. നമ്മുടെ ഉമ്മമാര് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു. 3 ദിവസം ഭക്ഷണം കൊണ്ടേലും പറയും, എനിക്ക് വേണ്ട, എനിക്ക് നിങ്ങളുടെ ആതിഥ്യവും മര്യാദ ഒന്നും വേണ്ട. അപ്പൊ റസൂൽ ഈ വാചകം പറയും, ഇല്ല ഞാൻ വെറുക്കാണ് നിങ്ങളെ. 3 ദിവസം വരെ അയാൾ അവിടെ പള്ളിയിൽ നമസ്കാരം കാണുന്നു, ഇറങ്ങിപ്പോകുന്നത് കാണുന്നു, പരസ്പരമുള്ള ബന്ധം എല്ലാം അങ്ങനെ കണ്ടു നിൽക്കുകയാണ് അയാൾ. പക്ഷെ മനസ്സിനൊരു മാറ്റമില്ല. 3 ദിവസവും അത്ര സ്ട്രോങ്ങിൽ. 3 ദിവസം കഴിഞ്ഞ് റസൂലുള്ള പറഞ്ഞു, കെട്ടഴിച്ചു വിട്ടേക്കെന്ന് പറഞ്ഞു. ഏതായാലും നിങ്ങൾ അംഗീകരിക്കൂലല്ലോ, ഇല്ല നിങ്ങൾക്ക് പോകാന്ന് പറഞ്ഞു. അങ്ങനെ കെട്ടഴിച്ചു വിട്ടു. ഈ മനുഷ്യൻ നേരെ പോയി ജലാശയത്തിന്റെ മുന്നിലേക്ക്. അവിടെ ചെന്ന് ശുദ്ധിയായി നേരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വന്നു. എന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയേ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പ്രവാചകന്റെ മുന്നിൽ നിന്ന് വിശ്വസിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വർത്തമാനം, നിങ്ങളുടെ ആളുകൾ എന്നെ പിടിച്ചു കെട്ടി കൊണ്ടുവരുമ്പോ എനിക്ക് ഏറ്റവും വെറുപ്പ് നിങ്ങളോടായിരുന്നു. ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളെയാണ്. ഞാൻ ഏറ്റവും വെറുക്കുന്ന സ്ഥലം മദീനയായിരുന്നു. ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം മദീനയാണ്. ഞാൻ ഏറ്റവും വെറുത്തത് ഇസ്ലാമിനെയായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇസ്ലാമിനെയാണ്. നിങ്ങൾ ആലോചിച്ച് എന്തൊരു മാറ്റം! അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനത്തിലൂടെ. എന്നിട്ട് അദ്ദേഹം പോയി ചെയ്ത പണി എന്താണെന്നറിയോ? അദ്ദേഹം എന്താ ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന തന്റെ ഇഷ്ടക്കാരനെ, താൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നയാളെ മക്കക്കാരെ ആക്രമിച്ചിട്ടുണ്ട്, അവിടുന്ന് പുറത്താക്കി എന്നുള്ള വിവരമറിഞ്ഞിട്ട് മക്കക്കാർക്കുള്ള ഭക്ഷണം സ്റ്റോപ്പ് ചെയ്തു അദ്ദേഹം. ഇനി ഇവിടുന്ന് ഒരു ധാന്യമണി പോലും അങ്ങോട്ട് കൊടുത്തു, ഒരു സ്റ്റോപ്പ്. മക്കയില് അങ്ങേയറ്റത്തെ പട്ടിണിയായി, ഭക്ഷ്യ ഉപരോധം ഏർപ്പെടുത്തപ്പെട്ടു. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും സ്വഹാബികൾക്കും ഭക്ഷ്യ ഉപരോധം ഏർപ്പെടുത്തപ്പെട്ടതുപോലെ ശഅബ് അബീ ത്വാലിബിൽ ഭക്ഷണമില്ലാതെ പ്രയാസപ്പെട്ട സമയങ്ങൾ മക്കക്കാര് നേരെ വന്നു. യമാമയിലെ രാജാവ് മുസ്ലിമായിട്ടുണ്ട്, അതുകൊണ്ട് മുഹമ്മദിന്റെ അടുത്ത് പോയി പറയാം. സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വരുന്നു മക്കയിലെ പ്രധാനപ്പെട്ട ആളുകൾ. ആരടുത്താണ് വരുന്നത്? തന്നെ ആക്രമിച്ച്, തന്നെ ഉപരോധപ്പെടുത്തി, തന്നെ നാട്ടിൽ നിന്ന് പുറത്താക്കിയ ആളുകൾ. മക്കയിൽ നിന്ന് വീടും നാടും വിട്ടു പോകുമ്പോൾ മദീനയുടെ അതിർത്തിയിൽ നിന്ന് തിരിഞ്ഞു നോക്കി റസൂലുള്ള മക്കയിലേക്ക്.
എന്നിട്ട് അവിടുന്ന് കണ്ണുനീരൊഴുക്കി ഗദ്ഗദഖണ്ഡനായി പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട നാടേ, നിന്നെ വിട്ടുപോകാൻ എനിക്ക് കഴിയില്ല, പക്ഷെ അള്ളാഹുവിന്റെ തീരുമാനമാണ്. കരഞ്ഞുകൊണ്ട് തിരിച്ചു പോരേണ്ടി വന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ അടുത്തേക്കാണ് മക്കയിലെ ആളുകൾ കടന്നു വരുന്നു. അവര് വന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ, നിന്റെ കുടുംബക്കാരടക്കമുള്ള മക്കയിലെ ആളുകൾ നിന്റെ നാട്ടുകാരല്ലേ? നിന്നിൽ വിശ്വസിച്ചു എന്നതിന്റെ പേരിൽ അതാ യമാമയിലെ രാജാവ് ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നില്ല, പട്ടിണി കൊണ്ട് പ്രയാസപ്പെടുകയാണ്. അത് കേട്ട് റസൂലുള്ളാഹിക്ക് സന്തോഷം വന്നു. അത് കേട്ടിട്ട് റസൂലുള്ള സഹാബത്തിനോട് സന്തോഷിക്കാൻ പറഞ്ഞോ? ഇല്ല. അവിടുന്ന് പൊട്ടിക്കരഞ്ഞു. എന്തിന്? അതാണ് ഇസ്ലാമിന്റെ ആദർശം. അവിടുന്ന് കരഞ്ഞു. എന്തിനാ കരയുന്നത്? തന്റെ നാട്ടുകാര് ഭക്ഷണം ഇല്ലാതെ കഷ്ടപ്പെടുന്നു എന്ന് കേൾക്കുമ്പോൾ അത് ലോകത്തിലെ ഏത് മനുഷ്യനാണെങ്കിലും ഉണ്ടാവരുത് എന്ന് ആഗ്രഹിച്ചു പ്രവാചകൻ. യമാമയിലെ രാജാവിന് കത്തെഴുതി പറഞ്ഞു, ഒരിക്കലും ഭക്ഷ്യോപരോധം ഏർപ്പെടുത്തരുത്, ഭക്ഷണം കൊടുക്കും. ഇത് നമ്മളുടെ പ്രവർത്തനമല്ല, അങ്ങനെയല്ല. പരിശുദ്ധ ഇസ്ലാമിനെ കൃത്യമായി ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ, പഠിക്കാൻ, മനസ്സിലാക്കാൻ, ഈ ആദർശത്തിന്റെ ആളുകളായി തീരാൻ സത്യവിശ്വാസികളെ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. ഈ ആദർശത്തിന്റെ വലിപ്പം വല്ലാത്തതാണ്. അത് കേവലം ഏതെങ്കിലും സ്ഥലങ്ങളിൽ കെട്ടിയിടാനുള്ളതല്ല. ഇന്ന് പ്രിയപ്പെട്ട സഹോദരന്മാര് മനസ്സിലാക്കണം, ഈ ആദർശം ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുകയും ആക്ഷേപിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും കളിയാക്കപ്പെടുകയും ചെയ്യുന്ന ഘട്ടമാണ്, അല്ലേ? ഈ ആദർശത്തിന്റെ വലിപ്പത്തെ ആളുകൾ പുച്ഛത്തോടെ കാണുന്നൊരവസ്ഥ എങ്ങനെ സംഭവിച്ചു? ഞാൻ നിങ്ങൾക്ക് വളരെ പ്രാധാന്യത്തോടൊരു കാര്യം പറയുകയാണ്. എന്റെ വിഷയത്തിന്റെ അവസാനത്തിലേക്ക് എത്തുകയാണ് ഞാൻ. ഈ ആദർശം മഹിതമായ ആദർശമാണ്. ഭയമില്ലാതെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്ന ഉന്നതമായ ആദർശം. ഈ ആദർശത്തിന് വേണ്ടി എന്തും ത്യജിക്കാനും സഹിക്കാനും നമുക്കാവണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം, മനസ്സിലാക്കണം. ഞാൻ നിങ്ങൾക്ക് 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിം അതിന്റെ 12-ാമത്തെ ആയത്ത്, നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ വീട്ടിൽ പോയിട്ട് 12-ാമത്തെ ആയത്തൊന്ന് വായിച്ചു നോക്കണം. സൂറത്ത് ഇബ്രാഹിമിന്റെ 12-ാമത്തെ ആയത്തൊന്ന് വായിച്ചു നോക്കുക. അമാനുമോലുടെ തഫ്സീർ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് പരിശോധിച്ചോളുക. അതേ സമയത്ത് തന്നെ നിങ്ങൾ സൂറത്ത് അൻആം 128-ാമത്തെ ആയത്തും പരിശോധിക്കണം. എന്തിനാണ്? അപ്പോൾ ഈ 2 ആയത്തുകളും നിങ്ങളൊന്ന് പരിശോധിക്കണം. ഈ 2 ആയത്തുകളും ഇന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മൾ ഏതൊരു ആദർശത്തിന് വേണ്ടിയിട്ടാണോ ഒത്തുകൂടിയത്, ആ ആദർശത്തിന് ഒരു പോറലും ഏറ്റിട്ടില്ല എന്നും അതതിന്റെ ശക്തമായ മേഖലയിൽ മുന്നോട്ട് പോവുകയാണ്. കേരളത്തിൽ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ മുൻഗാമികൾ അനുഭവിച്ച ത്യാഗങ്ങളും പ്രയാസങ്ങളും വെറുതെ ആവില്ലല്ലോ. അള്ളാഹു അത് വൃഥാവിലാക്കി കളയില്ല. അതിനൊക്കെ കൃത്യമായ പ്രതിഫലം അള്ളാഹു നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ ആദർശത്തെ കടിച്ചു കീറാൻ നിൽക്കുന്ന ആരൊക്കെയുണ്ടോ അവരെല്ലാവരും പരാജയത്തിന്റെ കയ്പുനീര് കുടിക്കുമെന്നത് ഇന്നലകളിലെ ചരിത്രമാണ്, ഇന്നത്തെ ചരിത്രമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇന്ന് കേരളക്കരയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുന്ന ഒരു വിഷയമുണ്ട്. അത് താരീഖുൽ ഇന്തിഹാദ് കഴിഞ്ഞു. ഞാൻ നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞ മനസ്സിലാവുമല്ലോ അല്ലെ? താരീഖുൽ ഇന്തിഹാദ്, അതെ, എക്സ്പയർ ഡേറ്റ് അത് കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് ചർച്ചയില്ല, അത് പോയി. പക്ഷേ അത് കേരളത്തിൽ വരുത്തിയ ഒരു വിനാശകരമായ ഒരു വർത്തമാനമുണ്ട്. ആ വർത്തമാനത്തിന്റെ ഹല്ലഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത് നിങ്ങളോട്. ഇന്നും ചില ആളുകൾക്കൊക്കെ സംശയമുണ്ട്, പരിശുദ്ധ ഖുർആനിലെ ആയത്തോതിയിട്ടല്ലേ പറഞ്ഞത്, അപ്പോൾ എന്തെങ്കിലും ഉണ്ടാവാതിരിക്കുമോ? അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. 128 അൻആമിന്റെ 128 വായിക്കുമ്പോൾ തന്നെ സൂറത്ത് ഇബ്രാഹിമിന്റെ 12-ാമത്തെ ആയത്തും വായിക്കാം. ഒരേ ആശയത്തിന്റെ ഒരേ വിഷയം അള്ളാഹു ചർച്ച ചെയ്യുന്നു. ആ വിഷയം ചർച്ച ചെയ്യുമ്പോ അതിന്റെ വിശദീകരണം ഇവിടുന്ന് മനസ്സിലാകും, ഇവിടുന്ന് കാര്യം അവിടെ മനസ്സിലാകും. അപ്പോൾ കേരളത്തിൽ ഇങ്ങനെ ഒരു ദുർവ്യാഖ്യാനം കൂടി ഉണ്ടായി എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. കേരളത്തിൽ
പരിശുദ്ധ ഖുർആനിനെ ദുർവ്യാഖ്യാനിക്കുന്ന ഈ ആദർശത്തിന്റെ വൈരികൾ എപ്പോഴും ചെയ്തൊരു വിഷയതാണ്. ആദ്യമായി ഖുർആൻ ദുർവ്യാഖ്യാനിച്ച ആളുകൾ ഖവാരിജുകളായിരുന്നു. പരിചയം ഉണ്ടാവും നിങ്ങൾക്ക് ആ സംഭവം അല്ലേ? ഇനൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, ഈ ആയത്തായിരുന്നു അവർ ആദ്യമായി ഓതിയത്. എന്തിനാ ആയത്ത് ഓതിയത്? ഇനൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, ഹുക്ം അല്ലാഹ്ക്ക് മാത്രം. അതുകൊണ്ട് രണ്ടാളുകളെ നിശ്ചയിച്ച അലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രവർത്തനവും മുആവിയത്ത് ബിൻ അബീ സുഫിയാന്റെ പ്രവർത്തനവും കുഫ്രിയത്താകുന്നു. അലി പക്ഷം മുഴുവനും കാഫിറുകളാണ് എന്നും പ്രഖ്യാപിച്ചു. ഹാക്കിമിന്റെ വർത്തമാനം കേട്ടാൽ അള്ളാഹുവിനുള്ള തീരുമാനത്തിൽ കടന്നുവരലാണെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന ഖവാരിജുകളെ നേരിട്ടു അബ്ദുല്ലാഹിബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന യുവപ്രബോധകനും പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാതാവ് എന്നറിയപ്പെടുകയും ചെയ്ത സ്വഹാബി. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തോതി കൽപ്പിച്ചവരോട്, അല്ല, നിങ്ങളാ പറഞ്ഞ വാദം പരിശുദ്ധ ഖുർആനിനെതിരാണെന്ന് ഞാൻ സമർത്ഥിച്ചാൽ പിന്മാറാൻ തയ്യാറുണ്ടോ? അവർ പറഞ്ഞു, അതെ, നിങ്ങൾ പറയൂ. നിങ്ങൾ എന്താ പറഞ്ഞത്? മുസ്ലിമീങ്ങൾ തമ്മിൽ രണ്ടാളുകൾ പ്രശ്നത്തിലായാൽ അവരെ രണ്ടാളെയും ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് സന്ധി സംഭാഷണത്തിന് വന്ന് രണ്ടാളുകൾ സന്ധി സംഭാഷണത്തിൽ നിന്ന് ഏറ്റവും നല്ലതിന്റെ സന്ധിയിൽ ഏറ്റവും നല്ലതിനെ പിൻപറ്റാൻ അവരുടെ തീരുമാനം ഉൾക്കൊള്ളണമെന്ന് പറയുന്നത് കുഫർ എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അതിനല്ലേ നിങ്ങൾ ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് എന്ന ആയത്തോതിയത്? അതെ. എങ്കിലിതാ ഞാൻ നിങ്ങളോട് പറയുന്നു, സമാനമായ വിഷയം ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അംഗീകരിക്കാൻ തയ്യാറുണ്ടോ? നിങ്ങൾ പറയും. ഉടനെ അബ്ദുല്ലാഹിബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നതിനിടക്ക് അവർ തമ്മിൽ പ്രശ്നമായാൽ, ഒത്തുപോകാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് രണ്ടുപേരും അകന്നാൽ പിന്നെന്ത് ചെയ്യണം? ഖുർആന്റെ പ്രഖ്യാപനം എന്താ? ഫബ്ഹസൂ ഹകമൻ മിൻ അഹ്ലിഹി വഹകമൻ മിൻ അഹ്ലിഹാ. ആ പെണ്ണിന്റെ പെണ്ണിന്റെ ആളുകളിൽ നിന്നൊരു ഹക്കമ് വരണം, ആണിന്റെ അടുത്തുനിന്നും ഒരു ഹക്കമ് വരണം. അങ്ങനെ രണ്ട് മധ്യസ്ഥന്മാരിരുന്ന് ചർച്ച ചെയ്യണം. അവരുടെ തീരുമാനം ഖൈറായത് രണ്ടുപേരും അനുസരിക്കണം. ഇത് ഖുർആനില്ലേ? ഇല്ലേ? ഉണ്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞ വാദം തെറ്റല്ലേ? അതേ, തെറ്റാണ്. 2-3 ചോദ്യോത്തരം കൊണ്ട് സംവാദം ഖലാസ്. അതോടെ കുറെ അധികം ആളുകൾ തിരിച്ചു പോന്നു. ഞങ്ങൾക്ക് അബദ്ധം പറ്റി. ഇവിടെയാണ് പരിശുദ്ധ ഖുർആൻ സൂറത്ത് അൻആമിന്റെ 128-ാമത്തെ ആയത്ത്, ربنا استمتع بعضنا ببعض وبلغنا أجلنا الذي أجلت لنا قال النار مثواكم خالدين فيها إلا ما شاء الله. ഈ പരിശുദ്ധ ഖുർആനിലെ ആയത്തിൽ നിന്നാണ് കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നതും ഇന്ന് കെട്ടടങ്ങിയിരിക്കുന്നതുമായ ഒരു വിഷയം. അതങ്ങനെ വിടാൻ പറ്റൂല കേട്ടോ. കാരണം ഒരു സമൂഹത്തെ നശിപ്പിച്ച വർത്തമാനാണ്. ആര് പിന്നോട്ട് വലിച്ചാലും പിന്നോട്ട് പോയാലും ശരി, അങ്ങനെ പോകാൻ പറ്റൂല. അത് ഗൗരവതരമാണ്. പിൽക്കാലത്ത് കടത്തിക്കൂട്ടിയ ഒരു ആശയത്തിന് വേണ്ടി അള്ളാന്റെ ഖുർആൻ വരെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന അവസ്ഥയിലേക്ക് അത് വളർന്നു. പടച്ചവൻ അതിന് ശിക്ഷ കൊടുത്തു. ഇന്ന് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ആദർശത്തിനെതിരെ വർത്തമാനം പറഞ്ഞ ആളുകൾക്ക് നിക്കക്കള്ളിയില്ലാതെ ഓടുക. എനിക്ക് വലിയ സന്തോഷം എന്താന്ന് വെച്ചാല്, ഞാന് എന്താന്നറിയില്ല, 2 പ്രാവശ്യം അപ്പുറത്തേക്ക് കേരള നൂത്തുൽ മുജാഹിദിലേക്ക് ആദ്യം കടന്നു വന്ന് കുറെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. വന്നപ്പോ അതിനൊക്കെ മുമ്പ് ഞങ്ങളെ കുടുംബത്തിൽ നിന്നും മുസ്ലിമായ ആളാണ് എൻ്റെ മാമൻ്റെ. അതിനുശേഷം ഞങ്ങൾ ഈ ആശയത്തിലേക്ക് വന്നു. അങ്ങനെ പോകുന്ന വഴിക്കാണ് ഇടക്ക് കേനമൊന്ന് പ്രശ്നമായി. അപ്പോൾ ഞാൻ അപ്പുറത്ത് കുടിക്കും, മടവൂർ വിഭാഗത്തിലായിരുന്നു തുടക്കത്തിൽ കേട്ടോ. അങ്ങനെ പിന്നെ അവരുടെ തിരുവല്ലയിലെ സ്വകാര്യ മീറ്റിങ്ങിലൊക്കെ ഞാൻ പങ്കെടുത്തു. അങ്ങനെയാണ് എനിക്ക് അതിൻ്റെ ഫയല് കിട്ടി. ആ ഫയല് മനസ്സിലാക്കി. എന്നിട്ട് പിന്നെ നടന്ന സംസാരത്തിന് അസ്ഗർ അലിയും അതുപോലെ തന്നെ അലിപത്തനാപുരവും ഒക്കെ വന്ന് വിഷയം പറയുമ്പോൾ അതിൽ ഒത്തുപോകാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലായി. അപ്പം അങ്ങോട്ട് പോന്നു. ഏതായാലും ഇങ്ങോട്ട് പോന്നു. അപ്പോഴും ദുബൈയിൽ വെച്ച് എനിക്കത് ഓർമ്മയുണ്ട്. 2001 2001 നവംബർ 20 വരുന്നത്. 2002
പിന്നെ തുടക്കത്തിൽ തന്നെ ബർദുബയിലും ദുബൈയിലും ഒക്കെയുള്ള വിശദീകരണത്തിൽ അത്ര മസലഫിയോടൊപ്പം ഞാനും ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പോന്നു. ഇപ്പൊ പ്രശ്നം ഉണ്ടായപ്പോഴും ഞാൻ അപ്പുറത്ത് കുടുങ്ങി. ഒക്കെ പഠിച്ചോന്നൊരു കാര്യം പഠിപ്പിക്കണം വെച്ചാൽ ഇതൊന്ന് നന്നാക്കി പഠിച്ചിട്ട് ഇങ്ങോട്ട് പോന്നാമോ എന്ന് പറയാൻ വേണ്ടിയായിരിക്കും, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. എന്നാലും ഞാൻ അപ്പുറത്ത് കുടുങ്ങി. സുബ്ഹാന ജല്ല ജലാലു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വരുമ്പോ ഇവിടെ വിശദീകരണത്തിന് കഴിഞ്ഞ മുമ്പത്തെ ഹജ്ജില് വിശദീകരണത്തിന് ഞങ്ങളോട് വന്നിരുന്നു. ആ വിശദീകരണം എൻ്റെ അടുത്ത് സദസ്സിൽ ഇരിക്കാൻ പറഞ്ഞു. അന്ന് സദസ്സിൽ ഇരുന്നില്ല. ഞാൻ ഇരിക്കാതിരിക്കാൻ ചില കാരണങ്ങളുണ്ട്, അത് ഞപ്പങ്ങളോട് പറയണില്ല, എന്നാലും വിട്ടേക്ക്. അപ്പൊ എന്തായാലും അങ്ങനെ അതിന്റെ ഉള്ളിൽ ദൗറയിലെ ചർച്ചയും കാര്യങ്ങളൊക്കെ വരുമ്പോ ഇന്നിപ്പോ സക്കരിയ സലായി പറയും, ഞാൻ പറയേണ്ട കാര്യം സക്കരിയ സലായി പറയുന്നുണ്ട്. ഇപ്പൊ 250 വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട് തീരുമാനം എടുക്കേണ്ടുന്ന 250 വിഷയങ്ങളിൽ ഒരു വിഷയമായിരുന്നു സംഘടന വേണോ വേണ്ടെന്നൊക്കെ ചർച്ച. ആ തർക്കം വന്നപ്പോൾ തന്നെ അതിൽ 9 അഭിപ്രായം ഒരു ടീമിന്. അവിടെയാണ് ഞാൻ അന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, അതിനാണ് അൽമനാറിൽ ഒരു ചോദ്യം വന്നു. ചോദ്യത്തിന് മുമ്പ് മറുപടി കൊടുത്തു, സംഘടന വേണോ വേണ്ടേ. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തും അതിന്റെ വിശദീകരണം ഉദ്ധരിച്ച് ഒരു ചർച്ചയും വേണ്ടാത്ത നിലയ്ക്ക് കൃത്യമായി മനസ്സിന് തൃപ്തി നൽകുന്ന തരത്തിൽ ഒരു വിഷയം അവതരിപ്പിച്ചു, ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുത്തു. മനസ്സിലാൻ പറഞ്ഞത്? അതുകൊണ്ടാണ് സംഘടന തിന്മയാണെന്ന് പറഞ്ഞ ടീമിലേക്ക് ആളുകൾ എന്ത് ചെയ്യാത്തത്, പോകാഞ്ഞത്. കാര്യം ബോധ്യപ്പെടുത്തി കൊടുത്തു. ഇന്ന് ചില ആളുകൾക്ക് സംശയം, അതും പോരാന്ന് വിചാരിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പോ 9 അഭിപ്രായം ഒരു വിഷയത്തിൽ. സക്കരിയ സലായിക്ക് എതിരായിട്ട് 9 അഭിപ്രായം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഒരു വിഷയത്തിൽ ഒന്നിലധികം ഇഖ്തിലാഫ്, ഒരു ടീം തന്നെ തങ്ങൾ പറയുന്ന വിഷയത്തിൽ ഒന്നിലധികം ഇഖ്തിലാഫ് വന്നാൽ ആ വാദം തെറ്റാണെന്നുള്ളതിന് തെളിവാണ് എന്ന് അദ്ദേഹം പറയാണ്. മനസ്സിലായില്ലേ? തെറ്റാണെന്നുള്ള തെളിവ്. അങ്ങനെ എന്തായാലും ആ വിഷയത്തിൽ ഇഖ്തിലാഫുകൾ ധാരാളം വന്നു. അങ്ങനെയാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. സുബ്ഹാനല്ലാഹ്. പിന്നെ ചീത്തയുമ്പോഴും ആക്ഷേപം അങ്ങനെ പോട്ടെ. ഇപ്പൊ എന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ടാ സിം. ഒരു പ്രശ്നമില്ല, സ്വസ്ഥം സമാധാനം. ആരും വിളിക്കണില്ല, ചീത്തയില്ല. പലരും വിളിച്ചിട്ട് പറയും ഞങ്ങളൊക്കെ ആകെ തെറ്റിദ്ധരിച്ചിരുന്നു, ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളെ നിലപാടാ ശരി, നിങ്ങളെ നിലപാടാണ് ശരി എന്നിപ്പോ തോന്നുന്നു. എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങള് ഇവിടെ ഈ ഒരു ആശയം അതിപ്പോ ഒരു പതുക്കെ പിൻവലിച്ചു. അതൊന്നും ചർച്ച ചെയ്യണ്ടെന്നാണ്. പോരാ, ചർച്ച ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ പറ്റൂല. ഇത് ജനങ്ങൾ ബോധ്യപ്പെടേണ്ടതാണ്. അതുകൊണ്ടാണ് സൂറത്ത് അൻആമിന്റെ 128-ാമത്തെ ആയത്ത് അവർ പറയപ്പെടുന്ന വിഷയത്തിന് തെളിവ് ധരിച്ചു. എന്തായിരുന്നു വിഷയം? ഒരു മുസ്ലിം ജിന്നിനോട് അതിന്റെ കഴിവിൽപ്പെട്ട സഹായം ചോദിച്ചാൽ ശിർക്കാവൂല, വസീലത്ത് ശിർക്കാകും. ഞാനത് പരത്തി പറയാൻ ഉദ്ദേശിക്കുന്നില്ല, വിഷയമല്ലാത്തതുകൊണ്ട് തന്നെ. അതിന് ഖുർആൻ ആയത്തും ദുർവ്യാഖ്യാനിച്ചു. അവിടെയാണ് ചർച്ച. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഇബ്രാഹിമിന്റെ 12-ാമത്തെ ആയത്ത് കൂടി ഒന്ന് വായിച്ചു നോക്കാം. അവിടെ അള്ളാഹുവിന്റെ അടുത്ത് തീരുമാനമായി കഴിയുമ്പോൾ പിശാചി ഇടപെട്ട് വർത്തമാനം പറയും. ഈ തീരുമാനായത് ഇവര് നരകത്തിലേക്ക് എടുത്തെറിയപ്പെട്ടു. അവിടെ എത്തിക്കഴിയുമ്പോഴാണ് എന്ത് ചെയ്യാ ചർച്ച വരുന്നത്. ആ ചർച്ചയിൽ ഈ ശൈത്താൻ പറയാണ്, എനിക്ക് നിങ്ങളുടെ മേൽ യാതൊരു ആധിപത്യം ഉണ്ടായിരുന്നില്ലല്ലോ. അയാൾ പറയാണ്, ആര്? ഇബ്ലീസാക്ക. ഇബ്ലീസ് പറയുന്നു, എനിക്ക് നിങ്ങളുടെ മേൽ യാതൊരു ആധിപത്യം ഉണ്ടായിരുന്നില്ല. ഞാൻ വെറുതെ നിങ്ങളെ ക്ഷണിച്ചു നോക്കി, നിങ്ങൾ ഉത്തരം ചെയ്ത് പോന്നല്ലേ. ഞങ്ങളെ വെറുതെ വിളിച്ചു നോക്കിയല്ലേ, നിങ്ങളെ മനസ്സിലൊരു വിശ്വാസം ഉണ്ടാക്കി, അപ്പൊ നിങ്ങൾ പോന്നു. എന്നിട്ട് ഇപ്പൊ എന്നെ ചീത്ത വിളിക്കാം? എന്നെ വിളിക്കണ്ട, നിങ്ങൾ എന്നെ ചീത്ത വിളിച്ചാൽ മതി. അല്ല തലൂമൂനി വരൂമോ ഫുസക്കും. ഇന്ന് എന്തായാലും നമുക്ക് രണ്ടു കൂട്ടർക്ക് രക്ഷപ്പെടാൻ പറ്റൂല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തോളിയിൽ, ഞാൻ ഇതാ ഒഴിവാകട്ടാണ്. എന്ത്? നിങ്ങൾ എന്നെ പങ്കേർത്തുനിന്ന് ഞാൻ ഒഴിവാണ്. ആര് പറയുന്നു? പിശാച്. എന്ത് വിഷയത്തിൽ? ഇസ്തിംദാന്റെ വിഷയത്തിൽ. അതാണല്ലോ ചർച്ച. ആ വിഷയത്തിൽ പിശാച് പറയാണ്, ഞാൻ ഒഴിവാട്ടോ, അതുകൊണ്ട് എല്ലാരും ഇവിടെ തന്നെ കിടന്നോളാ, നരകത്തിൽ തന്നെ കിടന്നോളൂ, വേറെ വർത്താനൊന്നുമില്ല. അതിനാണ് സൂറത്ത് അൻആമിന്റെ 128-ാമത്തെ ആയത്തിൽ പറഞ്ഞ വിഷയം എന്താണോ അതാണ് കുറച്ചും കൂടി വിശദീകരിച്ച് അള്ളാഹുവോട് പറയുന്നു. സൂറത്ത് ഇബ്രാഹിമിന്റെ 12-ാമത്തെ ആയത്തിൽ അപ്പൊ 21 തിരിഞ്ഞു പോയതാ, ഒന്ന് ഇപ്പുറത്തായി പോയതാ, കുഴപ്പമില്ല. അപ്പൊ അതിൽ അള്ളാഹു പറയാം,
വഖാല ശൈത്താനു ലമ്മാ ഖുദിയൽ അംറു അല്ലേ, അങ്ങനെ ആയി തുടങ്ങുന്നത്. അതെ, അതന്നെ. ആ വിഷയം ഒന്ന് വായിച്ചു നോക്കുക നിങ്ങള്. അതില് അമാനവലിയുടെ തഫ്സീർ ഒന്ന് വായിച്ചു നോക്കുക. അറബി വായിക്കാറുന്നവരാണെങ്കിൽ തഫ്സീർ റാസി ഒന്ന് മറിച്ചു നോക്കുക. മാഷാ അല്ലാഹ്. അതുപോലെ ഇബ്നു കസീർ ഒന്ന് മറിച്ചു നോക്കുക. വളരെ സ്പഷ്ടമാണ്. എല്ലാ ആ ഇസ്തിആനത്തും ഇസ്തിംദാഉം ഒക്കെ എന്ത് ചെയ്യാണ്? ശിർക്കിലേക്ക് എത്തുന്നതാണ്. ശിർക്കിലേക്ക് എത്തുന്നല്ല, ശിർക്കായിരുന്നു. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്തത്? ഖാലിദീന ഫീഹാ. എന്നും ചില ആളുകൾക്ക് സംശയമുണ്ടോ ഇല്ലാ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞതില്? ഇല്ലാ മാഷാ അല്ലാഹ് അതിന്റെ വിശദീ അവിടെ ഉണ്ട്, കാണാങ്ങക്ക് അവിടെ ഉണ്ട്. മന്നും മായും തമ്മിലുള്ള ചർച്ചയും ഒക്കെ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഖുർആൻ ദുർവ്യാഖ്യാനിച്ചു. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം അത് വളരെ പ്രാധാന്യത്തോട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പത്തപ്പര്യം സംവാദത്തോടു കൂടിയാണ് അതിന് തീരുമാനമായത്. മനസ്സിലായില്ലേ? എൻ്റെ അടുത്ത് ചില ആൾ ചോദിക്കണം, വല്ലാതെ കഴിച്ചിലാവലങ്ങൾ നടത്തിയിട്ടോ, നിങ്ങൾ ആ ടൈമിൽ ഇങ്ങ് പോന്നു കളഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ അടി ഫുള്ള് അകത്തുനിന്ന് കണ്ടതാണ്. അത് റിലീസ് ആവുന്നതിന് മുമ്പ് ഞാൻ രക്ഷപ്പെട്ടു. റിലീസ് പുറത്തേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യാൻ, അകത്തെന്തായാലും അത് കാണുന്നുണ്ട്, അതിന്റെ വർത്തമാനങ്ങളുണ്ട്, അടിയുണ്ട് എന്ന് എനിക്ക് ഉറപ്പ്. നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്, പല പ്രാവശ്യം അത് അനുഭവിച്ചിട്ടുള്ള ആൾ നിനക്ക് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അതിന് റിലീസ് ആയതാണ്. രക്ഷപ്പെട്ടെന്ന് പറയാം. അവിടുന്ന് ശരിക്കും രക്ഷപ്പെട്ടു, അൽഹംദുലില്ലാഹ്. അതിൽ ഞാൻ പറയട്ടെ നിങ്ങളോട്, അബ്ദുറഹ്മാൻ സലഫി ശരിക്ക് പേരോടിനെ കറക്കിയതുപോലെ രണ്ടാമതൊരു മുസ്ലിയാരെ കൂടി കറക്കി. പേരോടിനെ കറക്കിയതുപോലെ തന്നെ വേറൊരു മുസ്ലിയാരെയും കറക്കി. അൽഹംദുലില്ലാഹ്. അതാണ് സക്കരിയ സ്വലാഹി വ്യംഗ്യമായി പറഞ്ഞത്. അത് ദുർവ്യാഖ്യാനാട്ടോ, വ്യംഗ്യമായി പറഞ്ഞിട്ടുള്ളൂ, വ്യക്തമായി പറഞ്ഞിട്ടില്ല. അങ്ങനൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങനെ തഫ്സീറിലൊന്നും കാണൂല എന്നും പറഞ്ഞു വെച്ചത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ആദർശം നമ്മൾ കൊണ്ടു നടക്കുന്ന ഈ ആദർശം അത് ചെറുതല്ല, അത് വലുതാണ്, വലിയ ഗൗരവമുള്ളതാണ്. അതിലെന്തെങ്കിലും ഒരു ചെറിയ പറ്റിച്ചാൽ അള്ളാഹിന്റെ അടുത്ത് വലിയ ശിക്ഷ കിട്ടും. അതുകൊണ്ട് നമുക്ക് സന്മാർഗം വ്യക്തമായി ലഭിച്ചിരിക്കേണ്ട റസൂൽ പഠിപ്പിച്ച ആശയമാണിത്. വ്യക്തമാണ്, കെട്ടിക്കൊടുക്കില്ലാത്ത സുതാര്യമായ സുവ്യക്തമായ ആദർശമാണ്. അതുകൊണ്ട് ആ ആദർശത്തെയാണ് പിൻപറ്റേണ്ടത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, وَمَن يُشَاقِقِ الرَّسُولَ مِن بَعْدِ مَا تَبَيَّنَ لَهُ الْهُدَى وَيَتَّبِعْ غَيْرَ سَبِيلِ الْمُؤْمِنِينَ نُوَلِّهِ مَا تَوَلَّى وَنُصْلِهِ جَهَنَّمَ وَسَاءَتْ مَصِيرًا. وَمَن يُشَاقِقِ الرَّسُولَ مِن بَعْدِ مَا تَبَيَّنَ لَهُ الْهُدَى സന്മാർഗമേതെന്നു വ്യക്തമായതിന് ശേഷം അള്ളാഹുവിന്റെ റസൂലിനോട് ആരെങ്കിലും അനുസരണക്കേട് കാണിച്ചാൽ, ആരെങ്കിലും എതിരായാൽ, സത്യവിശ്വാസികളുടെ പാതയല്ലാത്തത് പിന്തുടരുകയും ചെയ്താൽ, സ്വഹാബത്ത് പിൻപറ്റിയ പാതയേതോ ആ പാതയിൽ നിന്ന് ഭിന്നമായ ഒരു പാത വെട്ടി തുറന്നു പോയാൽ, നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നം, അവരേതൊരു മാർഗം ഏറ്റെടുത്തുവോ അതിലൂടെ നാം അവരെ ചരിപ്പിക്കുന്നതാണ്. വനുസ്ലിഹി ജഹന്നം, നരകത്തിലിട്ട് നാം അവരെ കരിക്കുന്നതാണ്. വസാഅത് മസീറാ, ആ മടക്ക സ്ഥലം എത്രയോ ചീത്തയാണ്, ആ മടക്ക സ്ഥലം എത്രയോ ചീത്തയാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ ഈ ആദർശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന വ്യക്തമായ ഈ ആശയം, ആ ആശയത്തിനപ്പുറത്തേക്ക് നിന്നാൽ നരകത്തിൽ അഗാധ ഗർത്തത്തിൽ പതിക്കേണ്ടി വരും. നരകത്തിലേക്ക് പതിച്ചു പോകുന്നൊരു മനുഷ്യൻ ശിർക്കുമായി ബന്ധപ്പെട്ടു പോയാൽ പിന്നെ അയാൾക്ക് ശാശ്വതമായി അവിടെ തന്നെയാണ്, അവിടുന്ന് ഒരിക്കലും മോചനം ലഭിക്കുകയില്ല. അതുകൊണ്ട് ഗൗരവതരമായി കാണണേ. അതാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടുന്ന കാര്യമാണ്.
വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടുന്ന കാര്യമാണ് എന്ന് ഹറമിലെ ഇമാമ ഖുത്ബ നടത്തുമ്പോ, പരിശുദ്ധ ഇസ്ലാമിന്റെ വിവിധ മേഖലകളെ സൂചിപ്പിക്കുമ്പോ വളരെ പ്രാധാന്യത്തോട് പറഞ്ഞ ഒരു കാര്യം ഇത് തന്നെയാണ്. ശിർക്ക് സൂക്ഷിക്കണേ, തൗഹീദിനു വേണ്ടി ജീവിക്കണേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹൃദയത്തിലേക്ക് ആവാഹിച്ചുകൊണ്ട് നല്ല ഒരു ജീവിതം നയിക്കണേ. അത് അംഗങ്ങളിലൂടെ പുറത്തു വരണേ, സംസാരത്തിൽ സൂക്ഷിക്കണേ, കൈകാലുകളുടെ പ്രവർത്തനങ്ങളിൽ സൂക്ഷിക്കണേ, ഇടപാടുകളിൽ സൂക്ഷിക്കണേ. അങ്ങനെ എല്ലാ മേഖലകളിലും ഒരു മുസ്ലിമായി ജീവിക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹുവേ, ഈ ആദർശത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകളുണ്ട്, അവർക്ക് നീ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. പണ്ഡിതന്മാര് പലരും രോഗികളാണ്, അവരുടെ രോഗം നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രക്ഷ നൽകണേ അല്ലാ. ഈ ആദർശത്തിന്റെ വൈരികളായ ആളുകൾ, അവർക്ക് സൽബുദ്ധി പ്രദാനം ചെയ്യണേ അല്ലാ. ആദർശത്തിന്റെ തെളിവ് മനസ്സിലാക്കി സൽപാന്താവിലേക്ക് തിരിച്ചു വരാനുള്ള സൽബുദ്ധി പ്രദാനം ചെയ്യണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. السلام عليكم ورحمة الله. പരിശുദ്ധ സൂറത്ത് മറ്റേ ഇബ്രാഹിം 22-ാമത്തെ ആയത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.